ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. ഇതാ വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം പറഞ്ഞു, ഇനി ചിലർ ഈ അവസാനമൊന്നും കേൾക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയാണ്. ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടേ 6 വർഷമായി കേട്ടോ. ഞാൻ തുടക്കത്തിലെ ഇപ്പോൾ പാർലറൊക്കെ അടച്ച് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തുടക്കത്തിലെ എല്ലാവരും നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 10-25 അല്ലെങ്കിൽ കൂടി ഒരു 50 വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് നിർത്താം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. പക്ഷേ എങ്കിൽ ഇപ്പം 455 വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് ആഴ്ചയിൽ 2 ദിവസം എങ്ങനെയായാലും. ആദ്യകാലങ്ങളിലൊക്കെ ആഴ്ചയിലൊന്ന് മാസത്തിലൊന്നൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ തുടക്കകാലത്ത്. അത് കഴിഞ്ഞൊരു വർഷമൊക്കെ കഴിഞ്ഞ് 2ാമത്തെ വർഷമൊക്കെ ആയപ്പോൾ തുടങ്ങി എല്ലാ ആഴ്ചയിലും 2 വീതം പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയോ സന്തോഷമോ എന്തൊക്കെയോ തോന്നുന്നു. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത് ദൈവാനുഗ്രഹം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോഴൊക്കെ കിട്ടുന്ന സന്തോഷം. അപ്പം ഞാൻ ഇനിയും ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, ഞാൻ എന്നെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷമാണെന്നൊക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു തിരിച്ചറിവിലാണ് ഞാൻ വീണ്ടും ഇത് ഇങ്ങനെ ഇത്രയും നാൾ കൊണ്ടുപോകാൻ സാധിച്ചത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമുക്കൊരു 4.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനിയും ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്നോട് സഹകരിക്കണം. പറ്റുന്നിടത്തോളം ഞാൻ ഇനി ഇത് തുടർന്നുകൊണ്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പോസ്റ്റ് നമ്മുടെ ആപ്പിൾ സൈഡർ വിനെഗർ എങ്ങനെ ആരോഗ്യം പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ലോസിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണണേ. ഇത് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, ആപ്പിളിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആപ്പിളിൽ നിന്ന് ഉള്ള ആ ഷുഗറാണ് ഫെർമെൻറ്റേഷൻ വഴി നമുക്ക് അസിറ്റിക് ആസിഡ് ആവുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ അസിറ്റിക് ആസിഡ് തന്നെയാണ്, അതിൻ്റെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയാനുള്ളത് എന്താണെന്നോ, നമ്മുടെ കുടലിലെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കുന്നതിനും ഒക്കെ നമുക്ക് ഇത് വളരെ ഗുണം ചെയ്യും. അതാണ് ഏറ്റവും എടുത്തു പറയാവുന്ന ഇതിൻ്റെ ഒരു ആരോഗ്യ ഗുണം. നമ്മുടെ ഇപ്പോൾ സ്കിന്നിലാണെങ്കിലും സ്കിന്നിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണം എന്താ, കുടലിലെ ആരോഗ്യം, കുടലിലെ പ്രശ്നങ്ങൾ, അതുപോലെ കൊഴുപ്പ്, രക്തത്തിലെ കൊഴുപ്പ് അടയണത്, പിന്നെ രക്തത്തിലെ മാലിന്യം അടിയണത്, അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ്, ഇതുമൂലമൊക്കെയാണല്ലോ ഒത്തിരിയും സൗന്ദര്യ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് വരുന്നത്. മെയിൻ റീസൺസ് ഇതൊക്കെയാണ്. നമ്മുടെ ദഹനം ശരിയല്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ മൂലമാണ് നമുക്ക് ഒത്തിരി രോഗങ്ങളും അതുപോലെ സ്കിൻ പ്രോബ്ലംസും വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഇതിന് എല്ലാത്തിനും ഒരു പ്രതിവിധിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗർ നമ്മളൊരു ശീലമാക്കുന്നത് കേട്ടോ. ശീലമാക്കണം എന്നും പറഞ്ഞാൽ അത് നമ്മളങ്ങ് അധികമൊന്നും കുടിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസം ആഹാരത്തിന് ഒരു 3/4 മണിക്കൂർ മുന്നേ നമുക്ക് ഒരു സ്പൂൺ, അധികം വേണ്ട കേട്ടോ, ഒരു സ്പൂൺ ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം. അതിൽ കൂടുതൽ നമ്മൾ എങ്ങനെയായാലും ഒരു 1.5 സ്പൂൺ അതിൽ കൂടുതൽ നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല. കാരണം ചിലവർക്ക് ഇത് ഇങ്ങനെ നമുക്കൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി പല്ലുകൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നേർപ്പിച്ചാണ് ഇത് കുടിക്കാവൂ കേട്ടോ. ഇനി ഇത് കുടിക്കുന്നതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മുടെ 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 കുടലിലെയൊക്കെ നമ്മുടെ ഉള്ള വയറിലൊക്കെ ഉള്ള ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതിന് കേട്ടോ. അതാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നതിനുള്ള കാരണം ഇത് ഇപ്പം നമ്മൾ ആഹാരത്തിന് മുന്നേ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊന്ന് വയറൊക്കെ ഒന്ന് നിറഞ്ഞ പോലെ ഒരു പ്രതീതി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളപ്പോൾ ഭക്ഷണം കുറയ്ക്കും.
അത് തന്നെയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഗുണം. അപ്പം നമുക്കങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അല്ലാതെ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആവശ്യമില്ലാത്തവർക്കും ഇത് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ പിന്നെ സാലഡിലോ ഒക്കെ നമുക്ക് ഇത് ഒഴിക്കാം. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നതിന് പകരം നമുക്ക് ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിക്കാം. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞുവിട്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനൊക്കെ ഇത് ഗുണം ചെയ്യും. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദഹനത്തിന് നല്ലതാണ്. പിന്നെ ചിലവരെ സംബന്ധിച്ച് അസിഡിറ്റി മൂലവും അതുപോലെ ഗ്യാസ് മൂലം മലബന്ധമൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ചിലവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു സ്പൂൺ കഴിക്കാം. എങ്കിലും നിങ്ങളിത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിർത്തണേ. കഴിക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് കഴിച്ചത് മൂലമാണ് എനിക്ക് ഇന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് നിർത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗർ രോഗികൾക്ക് നല്ലതാണ്. ഹാർട്ട് പ്രശ്നമുള്ളവർക്കും ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇത് കഴിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞുവിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അഭിപ്രായം തേടണം. തീർച്ചയായിട്ടും രോഗികളെ സംബന്ധിച്ചും അതുപോലെ ഇങ്ങനെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇത് കഴിക്കുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞ ഒരു ഡോക്ടറുടെ അഭിപ്രായം നല്ലതാണ്. ഇനി നിങ്ങളതൊന്ന് ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊന്ന് കഴിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും വ്യത്യാസം നമുക്കറിയാലോ. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളതങ്ങ് നിർത്തണം കേട്ടോ. ഇപ്പോൾ ഡോക്ടറുടെ അഭിപ്രായം ചോദിക്കാണ്ടാണ് നിങ്ങളെപ്പോലെ ഉള്ളവർ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത് കഴിച്ചത് മൂലം എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാണ്, അതപ്പോൾ നമുക്കത് നിർത്താവുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗർ കഴിക്കുന്നത് നല്ലതാണ്. അതാണ് അതിൻ്റെ ഒരു ചുരുക്കം. പിന്നെ അടുത്തത് ഒന്ന് എടുത്തു പറയാനുള്ള ഒരു ഗുണം എന്താണെന്ന്, തൊണ്ടവേദന. പ്രത്യേകിച്ച് ഇപ്പം മിക്കവർക്കും എല്ലാവർക്കും തൊണ്ടവേദന ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ തൊണ്ടവേദനയുള്ളവർക്ക് പിന്നെ ഇത് ഗാർഗിൾ ചെയ്യുക കേട്ടോ. ഇതിന് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് 1/2 സ്പൂൺ, അതെ കേട്ടോ, അധികം വേണ്ട, 1/2 സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ചിട്ട് നമുക്ക് ഗാർഗിൾ ചെയ്യാം. ഇത് വളരെ തൊണ്ടവേദനയ്ക്ക് ശമനം കിട്ടും. പിന്നെ നിങ്ങളിത് ആദ്യം പിന്നെ ഒന്നും ഡയറക്റ്റ് ഇതൊന്നും ഡയലറ്റ് ചെയ്യാതൊക്കെ കുടിക്കരുത് കേട്ടോ. പല്ലുകൾക്കൊക്കെ പ്രശ്നം, ഇനാമലൊക്കെ നഷ്ടമാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മളിപ്പോൾ എന്തിനെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചിന്തയാണല്ലേ അത് പിന്നെ അധികം കഴിക്കണമെന്ന്. അപ്പം അങ്ങനെ ചിന്തിക്കല്ലേ, ഇതിൻ്റെ അളവ് കറക്റ്റ് ചെയ്ത് അതുപോലെ നിങ്ങൾ കഴിക്കണം. ഓക്കെ, അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അനുഗ്രഹവും ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.